നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ ഇതിനെയൊക്കെ ശരിക്കും ഓടിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആപ്പുകളും ഐക്കണുകളുമൊക്കെ അതൊക്കെ വെറും പുറംമോടി മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്നത്? എന്താണിതിന്റെ പിന്നിലെ രഹസ്യം? വാ, നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. നമ്മളീ കാണുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ്. യഥാർത്ഥ ശക്തിയും പ്രവർത്തനവുമെല്ലാം നടക്കുന്നത് ഈ കാണുന്നതിനും ഒരുപാട് താഴെയാണ്. ശരി, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താലും അതിൻ്റെ എല്ലാം ഹൃദയഭാഗത്ത്, അതായത് കോറിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അതിനെയാണ് നമ്മൾ കേർണൽ എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ സോഫ്റ്റ്വെയറിന് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി സംസാരിക്കണമെങ്കിൽ അതിനിടയിലൊരു മധ്യസ്ഥൻ വേണം. ആ ആളാണ് ഈ കേർണൽ. നിങ്ങളൊരു പാട്ട് കേൾക്കുകയാണെന്ന് വയ്ക്കുക. ആ മ്യൂസിക് പ്ലെയർ ആപ്പ് കൊടുക്കുന്ന നിർദ്ദേശം സ്പീക്കറിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കേർണലാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിലെ പവർ ബട്ടൺ അമർത്തുമ്പോൾ ആദ്യം എന്തു സംഭവിക്കുന്നു എന്നറിയാമോ? ബൂട്ട് ലോഡർ എന്ന ഒരു കുഞ്ഞു പ്രോഗ്രാം ആദ്യം ഉണരും. അതിന്റെ ആദ്യത്തെ പണി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയമായ കേർണലിനെ കണ്ടുപിടിച്ച് മെമ്മറിയിലേക്ക് കൊണ്ടുവരലാണ്. കേർണൽ ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി എന്തു കാര്യവും നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഈ കേർണൽ എങ്ങനെയാണ് സിസ്റ്റത്തെ ഇത്ര സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തന രീതികളുണ്ട്. ഇതിനെ നമുക്കൊരു സെക്യൂരിറ്റി ഗാർഡുമായിട്ട് ഉപമിക്കാം. കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡ്വെയറുകളും സിസ്റ്റം ഫയലുകളുമൊക്കെ സംരക്ഷിക്കുക എന്നതാണ് കേർണലിന്റെ പ്രധാന ജോലി. ആർക്കൊക്കെ എവിടേക്ക് പ്രവേശനം കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഗാർഡാണ്. സിസ്റ്റം വളരെ സ്മാർട്ടായി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, എല്ലാ അധികാരങ്ങളുമുള്ള കേർണൽ മോഡ്. ഇതിനെ നമുക്ക് ഒരു കോട്ടയ്ക്കുള്ളിലെ രാജാവായിട്ട് സങ്കല്പിക്കാം. പിന്നെ രണ്ടാമത്തത്, കുറച്ചധികാരങ്ങൾ മാത്രമുള്ള യൂസർ മോഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറും ഗെയിംസുമൊക്കെ പ്രവർത്തിക്കുന്നത് ഈ യൂസർ മോഡിലാണ്, ഒരു സാധാരണ പൗരനെ പോലെ. ഈ ഒരു വേർതിരിവ് ശരിക്കും ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ക്രാഷ് ആയിട്ടുണ്ടോ? പക്ഷേ കമ്പ്യൂട്ടർ മൊത്തത്തിൽ ഓഫായി പോയില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആപ്പ് യൂസർ മോഡിലായതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങളെ ഒന്നും അതിനെ ബാധിക്കാൻ കഴിയില്ല. കണ്ടില്ലേ? അതാണ് ഇതിന്റെ ഗുണം. ശരി, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. കേർണൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അതോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണോ? നമുക്ക് ആ സംശയം ഒന്ന് തീർക്കാം. ഒരു സമ്പൂർണ്ണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് കേർണൽ മാത്രമല്ല. കേർണൽ അതിന്റെ ഹൃദയം മാത്രമാണ്. അതുകൂടാതെ ആപ്പുകൾക്ക് വേണ്ട ടൂൾസ്, സിസ്റ്റം പ്രോഗ്രാമുകൾ, പിന്നെ നമ്മൾ ഈ കാണുന്ന യൂസർ ഇന്റർഫേസ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവുന്നത്. ഈ ഉദ്ധരണി ആ വ്യത്യാസം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ലിനക്സ് കേർണൽ വളരെ പവർഫുള്ളാണ്, പക്ഷേ അതൊറ്റയ്ക്ക് ഒരു ഉപയോഗപ്രദമായ സിസ്റ്റം ആവില്ല. അതിൻ്റെ കൂടെ ഗ്നു ടൂൾസും മറ്റു സോഫ്റ്റ്വെയറുകളുമൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ കേട്ടിട്ടുള്ള GNU/ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ഒരു ഉപമ ഓർത്തുവെച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കാറ് പോലെയാണ്. ആ കാറിന്റെ എഞ്ചിനാണ് കേർണൽ. കാർ ഓടാൻ എഞ്ചിൻ വേണം. പക്ഷേ എഞ്ചിൻ മാത്രമായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. സ്റ്റിയറിംഗ്, ടയർ, സീറ്റ് ഒക്കെ വേണ്ടേ? അതുപോലെ തന്നെയാണ് കേർണലും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഈ അദൃശ്യ എഞ്ചിൻ എന്തൊക്കെ പ്രധാനപ്പെട്ട ജോലികളാണ് ചെയ്യുന്നതെന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ കേർണലിന് 3 പ്രധാന ജോലികളുണ്ട്. ഒന്ന്, സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. 2, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയും CPU സമയവും ഒക്കെ കൃത്യമായി വീതിച്ചു കൊടുക്കുന്ന ഒരു മാനേജർ. പിന്നെ സിസ്റ്റത്തെ സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരൻ. നമ്മൾ ഓരോ തവണ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴും കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴും നമ്മളറിയാതെ പശ്ചാത്തലത്തിലിരുന്ന് ഇത്രയധികം പണിയെടുക്കുന്ന ഈ കേർണലാണ് നമ്മുടെയൊക്കെ ഡിജിറ്റൽ ജീവിതം സാധ്യമാക്കുന്നത്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ഈ അദൃശ്യ എഞ്ചിൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ കമ്പ്യൂട്ടിംഗ് ലോകം തന്നെ ഉണ്ടാകുമായിരുന്നോ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഇത്?